ജൂതരെയും അമേരിക്കക്കാരെയും കൊന്നൊടുക്കി കണക്ക് വീട്ടും. ഈ യുദ്ധത്തിന്റെ അന്ത്യം കുറിക്കുന്നത് ഞങ്ങളായിരിക്കും. ഖമനേയിയുടെ ചോരയ്ക്ക് കണക്ക് വീട്ടിയേ ഞങ്ങൾ പിന്മാറൂ. വെറിപിടിച്ച് റവല്യൂഷണറി ഗാർഡിന്റെ പ്രഖ്യാപനം. ഇറാന്റെ സൈനിക നയതന്ത്ര തീരുമാനങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം സായുധ വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകൾ. യുഎസിന് നേരെയുള്ള ഇപ്പോഴത്തെ കൊലവിളി നാശത്തിനാണെന്ന് IRGCക്ക് അബ്ബാസ് അരാഗ്ജിയുടെ മുന്നറിയിപ്പ്. എന്നിട്ടും ഇത് വകവയ്ക്കാതെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കൊലവിളി തുടരുകയാണ്. പാകിസ്ഥാനിൽ നടക്കുന്ന സമാധാന ചർച്ചയ്ക്ക് തയ്യാറെടുത്ത് ഇറാൻ ഭരണകൂടത്തെ വെല്ലുവിളിച്ച് ചർച്ചയല്ല ഇനി യുദ്ധമെന്ന് സൈന്യം തുറന്നടിച്ചു. ഇതോടെ അബ്ബാസ് അരാഗ്ജി ഉൾപ്പെടെയുള്ള മിതവാദി നേതാക്കൾക്ക് നയരൂപീകരണത്തിൽ പ്രാധാന്യം നഷ്ടപ്പെട്ടു. IRGC ആണ് ഭരണകാര്യങ്ങളിൽ ഇപ്പോൾ തീരുമാനമെടുക്കുന്നത്. മേഖലയിലെ രാഷ്ട്രീയ നിരീക്ഷകരെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് വാർ റിപ്പോർട്ടുകളെയും ഉദ്ധരിച്ച് ന്യൂയോർക്ക് പോസ്റ്റാണ് ഈ വിവരം പുറത്തുവിട്ടത്. IRGC കമാൻഡർ അഹമ്മദ് വാഹിദിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് ഇപ്പോൾ ഇറാനിലെ നയരൂപീകരണത്തിന് നേതൃത്വം നൽകുന്നത്. പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയുടെ പൂർണ്ണ പിന്തുണ ഇവർക്കുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട്. IRGCയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മുഹമ്മദ് ബാഗറിനെ ചർച്ചാ സംഘത്തിൽ ഉൾപ്പെടുത്തിയതും നിർണായക നീക്കമായി. അമേരിക്കയുമായി നിശ്ചയിച്ചിരുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് ഇറാൻ ഏകപക്ഷീയമായി പിന്മാറിയതിന് പിന്നാലെയാണ് ഇത്തരം സൂചനകൾ പുറത്തുവന്നിരിക്കുന്നത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ വിദേശകാര്യ മന്ത്രാലയം താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും IRGC ഇത് തള്ളുകയായിരുന്നു. കടലിടുക്ക് അടച്ചിടാനാണ് പുതിയ നേതൃത്വത്തിന്റെ തീരുമാനം. ഇറാൻ ഭരണകൂടം നിലപാടുകളിൽ മയപ്പെടുമെന്ന വാഷിംഗ്ടണിന്റെ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാണ് IRGCയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. മേഖലയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ IRGC തീരുമാനിച്ചതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാൻ ഭരണകൂടവും സൈന്യവും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുകയാണ്. ഇരുകൂട്ടരും പരസ്പരം ചർച്ചകളോ തീരുമാനങ്ങളോ ഇപ്പോൾ ഒരുമിച്ചെടുക്കുന്നില്ല. സമാധാന ചർച്ചകൾക്ക് സമ്മതം മൂളുന്ന ഭരണകൂട ഉന്നതരെ വിരട്ടുന്ന നിലയിലേക്കാണ് IRGC എത്തിയിരിക്കുന്നത്. ഖമനേയി ഉൾപ്പെടെ ഇറാന്റെ ഉന്നത നേതൃത്വത്തെ മുഴുവൻ ഇസ്രയേൽ അമേരിക്കൻ സഖ്യം തുടച്ചു നീക്കിയത്. ആയതുള്ള അലി ഖമനേയി റവല്യൂഷണറി ഗാർഡിന് ദൈവമാണ്. ആ ചോരയ്ക്ക് പകരം വീട്ടാതെ ആയുധം താഴെ വയ്ക്കില്ലെന്ന് IRGC പ്രഖ്യാപിക്കുമ്പോൾ കൂട്ടത്തോടെ കത്തിക്കുമെന്ന് ഇസ്രയേൽ തിരിച്ചടിച്ചു. IRGCയെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റാണ് നിൽക്കുന്നത്. തങ്ങളുടെ നേതാക്കളെ ചിതറിച്ച കൂട്ടരുടെ രോമത്തിൽ തൊടാൻ റവല്യൂഷണറി ഗാർഡിന് കഴിയുന്നില്ല. മേഖലയിലെ പ്രബലരാണ് തങ്ങൾ എന്ന് ഇറാൻ സ്വയം വാദിക്കുന്നുണ്ട്. എന്നാൽ ഇറാനെ മുച്ചൂടും തകർത്ത അമേരിക്കൻ ഇസ്രയേൽ നീക്കത്തെ ഒന്ന് എതിർക്കാൻ പോലും ഇപ്പോൾ ഇറാന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇറാൻ വളഞ്ഞ് ശത്രുക്കൾ ഇറങ്ങിയാൽ ഉടനെ കൂടോടെ പ്രോക്സികൾ ഇറങ്ങും. പക്ഷേ ഖമനേയി കൊല്ലപ്പെട്ടിട്ടും പ്രോക്സികൾ മോങ്ങുന്നതല്ലാതെ അവർക്കും ഒന്നും ചെയ്യാനാകുന്നില്ല. ഇറാന്റെ പ്രോക്സികളുടെ ചിറകരിഞ്ഞിട്ടിരിക്കുകയാണ് ഇസ്രയേൽ. ട്രംപിനോടും നെതന്യാഹുവിനോടും കൊലവെറിയിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് നിൽക്കുമ്പോൾ ഇനി ഗറില്ല മോഡൽ യുദ്ധമുറ പുറത്തെടുക്കുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴുണ്ട്. ഇരുവരെയും കൊലപ്പെടുത്തുമെന്നാണ് IRGC വെല്ലുവിളിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നൽകാൻ ഞങ്ങൾ തയ്യാറെടുക്കുന്നുവെന്നാണ് IRGC ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇസ്രയേലിനെയും മേഖലയിലെ US സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ടുള്ള വൻ നീക്കങ്ങളാണ് ഇവർ ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്. ഇറാൻ ഭരണകൂടത്തെയും ആദർശങ്ങളെയും സംരക്ഷിക്കുന്ന കവചമായാണ് റവല്യൂഷണറി ഗാർഡ് അറിയപ്പെടുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ പുതിയ ഭരണകൂടത്തെ ആഭ്യന്തര ബാഹ്യ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാനാണ് IRGC രൂപീകരിച്ചത്. ഇറാന്റെ സാധാരണ സൈന്യത്തിന് സമാന്തരമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. സാധാരണ സൈന്യം പ്രതിരോധ മന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ IRGC നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ പരമോന്നത നേതാവിനാണ്. സ്വന്തമായി കര, നാവിക, വ്യോമസേനകളും ഇന്റലിജൻസ് വിഭാഗവും ഇവർക്കുണ്ട്. കൂടാതെ ബാസിജ് എന്ന കരുത്തുറ്റ പാരാമിലിറ്ററി വിഭാഗവും ഇതിന്റെ ഭാഗമാണ്. IRGCയുടെ വിദേശകാര്യ വിഭാഗമായ ഖുദ്സ് ഫോഴ്സ് പശ്ചിമേഷ്യയിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇറാന്റെ ആയുധ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം IRGCക്കാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യയിലും ഇവർ ബഹുദൂരം മുന്നിലാണ്. സൈനിക മേഖലയ്ക്ക് പുറമെ ഇറാന്റെ സാമ്പത്തിക ബിസിനസ് രംഗങ്ങളിലും ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്.
രാജ്യത്തെ നിർമ്മാണം, ഊർജം തുടങ്ങിയ പ്രധാന മേഖലകളിൽ IRGC നിയന്ത്രിക്കുന്ന കമ്പനികളാണ് മുൻപന്തിയിലുള്ളത്. US-നും ഇസ്രയേലിനുമെതിരെ ചുരുങ്ങിയത് 6 മാസമെങ്കിലും കനത്ത യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ശേഷി ഇറാൻ ഉണ്ടെന്നാണ് റവല്യൂഷണറി ഗാർഡിന്റെ വീരവാദം. എന്നാൽ ആവനാഴിയിലെ മിസൈൽ ശേഖരം തീർന്നതോടെയാണ് IRGC കളം മാറ്റി ചവിട്ടിയത്, യുദ്ധക്കളം ഹോർമുസിലേക്ക് മാറ്റിയത്. സകല ശക്തിയും ഉപയോഗിച്ച് ഇറാനെതിരെ ഇസ്രയേൽ പോരാടുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചടിച്ചു. ഇറാന് മീതെയുള്ള വ്യോമ മേഖലയുടെ ഏറെക്കുറെ മുഴുവൻ നിയന്ത്രണവും US-ഉം ഇസ്രയേലും കരസ്ഥമാക്കിയെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് റവല്യൂഷണറി ഗാർഡിന്റെ പ്രതികരണം. ഞങ്ങൾ മുച്ചൂടും തകർക്കുമെന്ന്. IRGCയെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നാണ് ഇസ്രയേലിന്റെ താക്കീത്. കാരണം പ്രോക്സികൾക്ക് ആയുധ സാമ്പത്തിക സഹായങ്ങൾ നൽകി ഇസ്രയേലിനെതിരെ ഭീകരവാദം അഴിച്ചുവിടുന്നത് IRGCയുടെ നേതൃത്വത്തിലാണ്. ഈ കൂട്ടത്തെ ഇല്ലാതാക്കേണ്ടത് ഇസ്രയേലിന്റെ ആവശ്യമാണ്. IRGC ഒരു തീവ്ര സംഘമാണ്. ഇപ്പോൾ ഇറാന്റെ തലപ്പത്തുള്ള ഗ്രൂപ്പ് മുൻ ഭരണകൂടത്തെക്കാൾ തീവ്രമാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കാരണം ഭരിക്കുന്നത് പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനോ അരാഗ്ജിയോ അല്ല, IRGC ആണ്. ആണവായുധം ഉടൻ നിർമ്മിക്കണമെന്ന ആഹ്വാനം മുഴക്കിയിരിക്കുകയാണ് IRGC. തുടക്കത്തിൽ ഒരു ആഭ്യന്തര സേനയായിട്ടാണ് IRGC പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ 1980-ൽ ഇറാഖി ഏകാധിപതി സദാം ഹുസൈൻ ഇറാനെ ആക്രമിച്ചതിന് ശേഷം ആയത്തുള്ള റൂഹുല്ല ഖൊമേനി ഗ്രൂപ്പിന് സ്വന്തം കര, നാവിക, വ്യോമസേനകൾ നൽകിയതോടെ IRGC വേഗത്തിൽ വികസിച്ചു. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് IRGCയുടെ പങ്ക്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയിക്ക് മാത്രമേ ഇതിന് ഉത്തരവാദിത്തമുള്ളൂ. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് IRGCയുടെ പങ്ക്. ഇറാന്റെ പരമോന്നത നേതാവിന് മാത്രമേ അതിന് ഉത്തരവാദിത്തമുള്ളൂ. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരിപാടിയുടെ മേൽനോട്ടം ഇവർ വഹിക്കുന്നു എന്ന് മുൻപ് പറഞ്ഞല്ലോ. അതായത് അത്യാധുനിക മിസൈൽ ശേഖരം ഇറാന്റെ പക്കലുണ്ട്. ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് IRGC ആണ്.